ഡിയേഴ്സ് ഫാഷൻ വീക്ക് ഡിസൈൻസിൻ്റെ ഒരു അടിപൊളി കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാറ്റിനം ക്രഷ് ഫാബ്രിക്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഡാർക്ക് ആയിട്ടുള്ള എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡ്സ് കണ്ടായിരുന്നു. അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ലൈറ്റ് കളർ ഷെയ്ഡ്സിൽ വരുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാറ്റലോഗാണ്. ഏത് ഏജ് ഗ്രൂപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡിസൈൻസ് ആണ്. എസ്പെഷ്യലി കുഞ്ഞ് ബേബീസ് ഉള്ള അമ്മമാർക്കാണെങ്കിൽ കൊണ്ടുവരാത്ത ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് ആണ് ഇത് കൊടുത്തേക്കുക. ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് വൺ വളരെ ഫാസ്റ്റ് മൂവിങ് ഫാബ്രിക് ആണ് പ്ലാറ്റിനം ക്രഷ്. ഇത് ഫുള്ളും സിൽവർ ഗ്ലേസിംഗ് ആണ്. അത് വീഡിയോയിൽ കാണുന്നതിലും നേരിട്ട് കാണുമ്പോൾ ഈ ഫാബ്രിക്കിന് തന്നെ ഗ്ലോ മനസ്സിലാവുള്ളൂ. ആൻഡ് എൻ്റെ വർക്ക് ഉണ്ടോ ഫുള്ളി ഈ ഫ്രഞ്ച് നോട്ട്സും കൊണ്ടാണ്. ഈ ബോർഡർ ഡയമണ്ട് ബോർഡർ 4 ലെയേഴ്സ് ആയിട്ട് ഫ്രഞ്ച് നോട്ട്സ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അടിയിൽ നിന്നും മുകളിൽ വരെ ഈ ഒരു ഇതുണ്ടോ ഹാൻഡ് വർക്ക്, നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് പോയേക്കുന്നത്. വളരെ ഇങ്ങനെ കൊണ്ടൊന്നും കയറൂല, നല്ല പെർഫെക്ഷൻ ഉള്ള വർക്കുമാണ്. ഇതിന്റെ ഓവറോൾ ലുക്ക് വന്നത് കണ്ടില്ലേ, വളരെ ഹെവി ആയിട്ട് ആ ദുപ്പട്ടയുടെ ബോർഡർ ആണെങ്കിലും 2 ലെയേഴ്സ് ആയിട്ട് വളരെ ഹെവി ആയിട്ട് ആ ഒരു ഹാൻഡ് വർക്ക് പോയിരിക്കുന്നു. ആൻഡ് ടോപ്പിലും വളരെ ഹെവി വർക്ക് വിത്ത് സാൻഡൂൺ ഫാബ്രിക്കൽ ബോട്ടം. ഇതിലെല്ലാം വെറൈറ്റി കളർ ഷെയ്ഡ്. നമ്മുടെ ലെവൻഡറും ഒരു ബ്ലൂ കൂടെ മിക്സ്ഡ് ആണ് ഈ ഒരു കളർ ഷെയ്ഡ്. വളരെ ഹെവി ആയിട്ട് ഫ്രഞ്ച് നോട്ട്സും കൊണ്ടുള്ള ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ് ഇതിൽ ഫുള്ളി വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാറ്റലോഗ് ആണ്. വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്. കഴിഞ്ഞ ദിവസം കാണിച്ചാണെങ്കിലും പെട്ടെന്നാണ് എല്ലാം സോൾഡ്. ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. ഇതിൽ ഫുള്ളും കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡാണ്. ഇത് തീർത്തും അടി വരെ അല്ല ഇതുണ്ടോ, അതായത് ഈ ഒരു പോർഷൻ കഴിഞ്ഞ് ഇവിടം തൊട്ടാണ് ആ വർക്ക് ഫുള്ളി താഴെ വരെയും ആ വർക്ക് കൊടുത്തിട്ടുണ്ട്. വിത്ത് ആ ഒരു ബോർഡർ പോലെയും ഫ്രഞ്ച് നോട്ട്സ് കൊണ്ട് വർക്ക് കൊടുത്തേക്കുന്നത്. സോ ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. എല്ലാം സെൽഫ് കളറിൽ തന്നെയാണ് ടോപ്പ് ദുപ്പട്ട, ബോട്ടം വിത്ത് ആ ഒരു ഹെവി ഹാൻഡ് വർക്ക് പാറ്റേണും ഉണ്ടല്ലേ. ഇതും ഒരു ലാവൻഡറിന്റെ വകഭേദം തന്നെയാണ്. അതായത് ഇതിലൊരു ചെറിയ ലാവൻഡർ ബ്ലെൻഡ് ഉണ്ട് ഈ ഒരു കളറിലും. മുന്നേ കണ്ടതിൽ ബ്ലൂ ലാവൻഡറും ഇതും ലാവൻഡറും വേറൊരു കളർ ഷെയ്ഡും കൂടെ മിക്സ്ഡ് ആണ്. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്, നല്ല കളർ ഷെയ്ഡ്സ് ആണ്. വളരെ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ്. ഫുള്ളി ഫ്രഞ്ച് നോട്ട്സ്, അതായത് ഇങ്ങനെ ത്രെഡ് ലൂപ്സ് വെച്ചിട്ടുള്ള വർക്കാണ്. ഫ്രഞ്ച് നോട്ട്സ് കൊണ്ടുള്ള വർക്ക് ഇതുണ്ട്. ഡയമണ്ട് ബോർഡർ വരുമ്പം 4 ലെയേഴ്സ് ആയിട്ട് ആ ഒരു ഇതുണ്ട് ബോർഡർ പോലെയും ചെയ്തിട്ടുണ്ട്. ആൻഡ് നല്ല ഗ്ലോസി ഫിനിഷ് ഉള്ള ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ ഡിസൈനും ഫാബ്രിക്കും ആണ്. ഇതേപോലെ വരും. എൻ്റെ ദുപ്പട്ടയുടെ ബോർഡേഴ്സ് ലോക്ക് ചെയ്തിട്ടില്ല. സോ സ്റ്റിച്ച് ചെയ്യുമ്പം അതും കൂടെ കൊടുത്ത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നേക്കാളും ലോക്ക് ചെയ്യുന്ന ദുപ്പട്ടയാണ് നല്ലത്. ദുപ്പട്ടയുടെയും ബോർഡറിൽ, അതായത് നമ്മുടെ ലക്നൗവി ഹാൻഡ് വർക്ക് വരുന്ന പോലെ ദുപ്പട്ടയുടെ താഴെ ഭാഗത്താണ് ആ 2 ലെയേഴ്സ് ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്നത്. സോ ഇതാണ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത്. ഒരു പീച്ച് ഓറഞ്ചിന്റെ പേസ്റ്റലായിട്ട് നിൽക്കുന്ന ഷെയ്ഡ്. സോ ഇതാണ് ഓവറോൾ ലുക്ക്. കണ്ടില്ലേ, വർക്ക് കണ്ടില്ലേ, വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ് ടോപ്പ്. ആൻഡ് ദുപ്പട്ടയിൽ ഇതുണ്ടോ ഇതേപോലെ 2 ലെയേഴ്സ് ആയിട്ട് ആ സെയിം ഫ്രഞ്ച് നോട്ട്സുകളുള്ള ഹാൻഡ് വർക്ക് താഴെ ഭാഗത്ത് കൊടുത്തേക്കുന്നു. ബാക്കി പ്ലെയിൻ ആയിട്ട് വരുന്നു. ആൻഡ് പ്രീമിയം ഫാബ്രിക് ആണ് പ്ലാറ്റിനം ക്രഷ്. ഇതുണ്ട്, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലായിരിക്കും. അത് ഗ്ലേസി ഫോം, ലൈറ്റ് ക്രഷ്ഡ് ഫോം ആണ്. അതിൽ ഫുള്ളും ഒരു സിൽവർ ഫിനിഷ് ആണ് വരുന്നത്. സെയിം കളറിൽ വരുന്ന ബോട്ടം. ഇത്രയും കളർ ഷെയ്ഡ്സേ വരുന്നുള്ളൂ. നല്ല ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്സ് ആണ് ഇതിലെല്ലാം. 1480 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.